ഹലോ ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് കേംബ്രിഡ്ജിലാണ്. നമ്മുടെ ടിൻസിൻ്റെയും മെറിയുടെയും വീട്ടിൽ. അവർ രണ്ടുപേരും വർക്കിന് പോയി. ഞങ്ങളപ്പം എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായ എൻ്റെ ഓൺ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയാം, ആ ബക്കറ്റ് ലിസ്റ്റ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഒരു വർഷമായിട്ട് ട്രൈ ചെയ്യുക. ഇന്നത്തെ ഈ വെയിൽ കണ്ടോ, ഇന്ന് എന്തായാലും ആ ട്രൈ നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ വർഷം ഞാൻ ഇത് ബുക്ക് ചെയ്യുന്ന സമയം 2 തവണയും ക്ലൈമറ്റ് ഓക്കെ അല്ലായിരുന്നു. ഒരു തവണ മഴയായിരുന്നു, ഒരു തവണ കാറ്റായിരുന്നു. അതുകൊണ്ട് അത് നടന്നില്ല. പക്ഷേ ഈ തവണ എന്തായാലും നടക്കും. ഞാനങ്ങനെ ഇവിടെ നിന്നൊരു വണ്ടി റെൻറ്റിനെടുത്തിട്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിനിതേ എല്ലാം റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. എൻ്റെ വലിയ ആഗ്രഹമായ സ്കൈ ഡൈവിങ്ങിനാണ് പോകുന്നത്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. എന്തായാലും പോകുന്ന വഴിയുള്ള ഈ യാത്രയും കൂടെ കാണാം. അങ്ങനെ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ തിരിക്കുവാണ് ഗൈസ്. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ യാത്ര കേംബ്രിഡ്ജിൽ നിന്ന് സ്കൈ ഡൈവ് ചെയ്യുന്ന ലൊക്കേഷനിലേക്ക് തുടങ്ങി. ഏകദേശം 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഹിബിൾസ്റ്റോ എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ് നമ്മൾ സ്കൈ ഡൈവിങ്ങിന് ബുക്ക് ചെയ്തേക്കുന്നത്. എൻ്റെ ഒപ്പം ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കൂടെ. ജിതിൻ എന്നാണ് പേര്. ഞാൻ ജിത്തുവേട്ടാന്നാണ് വിളിക്കുന്നത്. ആക്ച്വലി ജിത്തുവേട്ടൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലി ഫ്രണ്ടായിരുന്നു. ഞാനിവിടെ വന്നു കഴിഞ്ഞാണ് ജിത്തുവേട്ടൻ്റെ വൈഫും ഇവിടെ എത്തുന്നത്. അങ്ങനെ ഞങ്ങൾ കണക്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അത്യാവശ്യം നല്ല ക്ലോസ് ആയി. ഈവൻ മിക്കവാറും ആഴ്ചയിലെല്ലാം ജിത്തുവേട്ടനും ഞാനും പരസ്പരം അങ്ങോട്ടും കോൺടാക്ട് ചെയ്യാറൊക്കെ ഉണ്ട്. ഈവൻ എനിക്കൊരു നല്ലൊരു മെൻറ്റർ, എനിക്കെന്തൊരു സജഷൻസ്, ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലൊക്കെ ഞാൻ എപ്പോഴും ജിത്തുവേട്ടനെയാണ് കോൺടാക്ട് ചെയ്യാറ്. ജിത്തുവേട്ടനും ഇതുപോലെ ട്രാവലും അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എല്ലാവരും എൻ്റെ ശബ്ദവും കണ്ണും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആദ്യത്തെ ആ ഇൻട്രോയിൽ തന്നെ. ആക്ച്വലി എനിക്ക് ചെറുതായിട്ട് ഒരു ഐ ഇൻഫെക്ഷനായി. പിന്നെ അതിനു മുന്നേ ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്ന ഒരു ട്രിപ്പായിരുന്നു. 1 വീക്ക് ഇംഗ്ലണ്ടിലേക്ക് ഹോളിഡേക്ക് വേണ്ടി വന്നത്. അതുകൊണ്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ എത്താറായി. അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ ഒരു സ്റ്റാർബക്സിൽ കയറി ചെറിയ എന്തെങ്കിലും ഡ്രിങ്കൊക്കെ കുടിച്ചിട്ട് പോകാം. കാരണം വെച്ചാൽ അവിടെ എത്തിക്കഴിഞ്ഞ് സ്കൈ ഡൈവിന് മുന്നേ വേറെ ഫുഡ് കഴിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കില്ല. അങ്ങനെ അനി പോയി എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ട് വന്നിരിപ്പുണ്ട്. എന്തോ വെറൈറ്റിയൊക്കെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. എന്താ വരുന്നതെന്ന് കണ്ടറിയാം. അങ്ങനെ ഞങ്ങളുടെ ഡ്രിങ്ക് വന്നു. ഇതാണ് സാധനം ഞങ്ങൾ ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ സ്കൈ ലൊക്കേഷനിലേക്ക് എത്താറായി. സൈൻ ബോർഡൊക്കെ കണ്ടു. എനിക്ക് തോന്നുന്നു ഈ ഏകാന്തമായ സ്ഥലത്താണ് തോന്നുന്നു സ്കൈ ഡൈവ് ചെയ്യുന്നു. അപ്പം എന്താ ലാൻഡ് ചെയ്യുന്നത് വല്ല കാട്ടിലൊന്നും പോയി ലാൻഡ് ചെയ്യത്തില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ എത്തി. ഇനി അങ്ങോട്ടേക്ക് കയറണം. 12 മണിക്കാണ് ഞങ്ങളുടെ ടൈം. ഞങ്ങളിപ്പോൾ 11:30 ആയപ്പോഴും അവിടെ എത്തി. എൻ്റെ കൂടെ ചാടുന്ന ജിത്തുവേട്ടൻ അവിടെ ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ കാറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ മുകളിൽ കൂടെ കുറേ പാരച്യൂട്ട്സ് പോകുന്നുണ്ട്. ആ പാരച്യൂട്ട്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ എന്നെയും കാട്ടിലും. കാരണം വെച്ചാൽ അവൾക്ക് ഇവിടെ വരുന്നതിന് മുന്നേ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഈ പാരച്യൂട്ട്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഫോണെടുത്ത് ഫോട്ടോ എടുക്കാൻ തുടങ്ങി, എന്നെ വിളിച്ച് കാണിക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിനപ്പുറം ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഞാൻ ലാൻഡ് ചെയ്യാൻ നേരത്ത് എങ്ങനെയാണ് ലാൻഡ് ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. ഞാനും ജിത്തുവേട്ടനും ഈ സ്കൈ ഡൈവിങ് ബുക്ക് ചെയ്തിട്ട് 1 വർഷത്തെ മുകളിലായി. 2 തവണ ഞങ്ങൾ ഇതിനടുത്ത് അക്കോമഡേഷനൊക്കെ എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാണ് ഞങ്ങൾക്ക് മെയിൽ വരുന്നത്.
യുവർ സ്കൈ ഡൈവിങ് ഹാസ് ബീൻ റീഷെഡ്യൂൾഡ് ഡ്യൂ ടു ദ വെതർ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു. വേറൊരു ദിവസം ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ തവണ എന്തായാലും നടക്കുമെന്നാണ് തോന്നുന്നത്. ഇന്നത്തെ വെതർ അത്യാവശ്യം നല്ല അടിപൊളിയാണ്. അങ്ങനെ ഒരുപാട് ഞങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്നത്തെ സ്കൈ ഡൈവിങ്ങിൻ്റെ എത്തി മുന്നിൽ നിൽക്കുന്നത്. അതാണ് നമ്മുടെ ജിത്തുവേട്ടൻ. അങ്ങനെ ജിത്തുവേട്ടനെയും അമർദേശിയൊക്കെ ഞങ്ങൾ കണ്ടുമുട്ടി. സമയത്ത് ഞാനും ജിത്തുവേട്ടനും കേട്ട് ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾക്കൊരു ബാഡ്ജൊക്കെ തന്നു, വെയിറ്റും ഹൈറ്റും ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇനിയും ബ്രീഫിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞങ്ങളത് വെയിറ്റ് ചെയ്യുക. പുറത്ത് ഇവിടെ ഓരോരുത്തർ ചാടുന്നതൊക്കെ കണ്ട് ഞങ്ങൾ ആ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അവർ ഇവിടെ അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പേര് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇവിടുത്തെ കഫേ പോയിട്ട് ബ്രീഫിങ്ങിന് വേണ്ടി കയറണം. അപ്പോൾ അവർ നമ്മൾ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് തരും. ബാക്കിയൊക്കെ വരുന്ന വഴി കാണാം. റിസപ്ഷനിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ കുറേ വിമാനങ്ങൾ കാണാം. വീഡിയോ കണ്ടു. ഇപ്പോൾ കണ്ടു. ഞങ്ങളുടെ പേരങ്ങനെ തെളിഞ്ഞിട്ടുണ്ട്. സമയം കാണിച്ചിട്ടില്ല. അടുത്തത് ഇപ്പോഴേ ലാസ്റ്റ് ടീം പോവുക. അത് കഴിയുമ്പോൾ ഉള്ളത് ലാസ്റ്റ് ടീമാണ് വണ്ടിക്കകത്തിരിക്കുന്നത്. ആ വണ്ടിക്കകത്ത് അവർ പോയി കഴിയുമ്പോൾ നെക്സ്റ്റ് ഞങ്ങളുടെ ചാൻസ്. അപ്പോൾ എല്ലാം സെറ്റായിട്ടിരിക്കുവാണ്. ഞങ്ങളെ വിളിക്കാനുള്ള വെയിറ്റിങ്ങിന് വേണ്ടി മാത്രം. ഞങ്ങൾ ചാടാൻ പോകാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഇവിടെ രണ്ടുപേരെ ഫുഡടിച്ച് ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഒരു പാത്രം നിറച്ച് ചിപ്സും ചീസും 2 വലിയ സാൻഡ്വിച്ചും കഴിച്ച് വേറെ നിറച്ച് കണ്ടുപിടിക്കുക. ആ സാധനം. അവസാനം ഞങ്ങൾ അവിടെ വന്ന് 2-2.5-3 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് അവസാനം ഞങ്ങളുടെ മൊമെൻ്റായി. ഇപ്പം 2:30 ഏകദേശം 2:30 സമയമായി. ഞങ്ങളുടെ 2 പേര് വിളിച്ചു. ഞങ്ങളത് അവിടെ ലൊക്കേഷനിൽ ചെന്ന് ഡ്രസ്സ് ഒക്കെ മാറി അവരുടെ ഡൈവിങ് സ്യൂട്ടുണ്ട് അത് തന്നു. അതും ഇട്ട് മറ്റേ സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവാണ്. പിന്നെ അപ്പം ഞങ്ങളുടെ കൂടെ ചാടുന്ന ഇൻസ്ട്രക്ടറിൻ്റെയും അതുപോലെ തന്നെ ഞങ്ങളുടെ ക്യാമറമാൻ്റെയും അവരൊക്കെ വന്ന് ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം എങ്ങനെ ചാടിക്കഴിഞ്ഞ് കഴിയുമ്പം എവിടെ വെച്ചാണ് നമ്മൾ നോക്കേണ്ടത് കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. ഈ ബ്രീഫിങ്ങിൻ്റെ സമയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. ബ്രീഫിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നമ്മൾ ചാടിക്കഴിയുമ്പോൾ കാലെങ്ങനെ വെക്കണമെന്നും അവർ നമുക്ക് ചാടിക്കഴിഞ്ഞ് സിമ്പിൾ തരും. അപ്പോഴേ നമ്മൾ കൈ തുറക്കാൻ പാടുള്ളൂ എന്നൊക്കെ അവർ ബ്രീഫിങ്ങിൽ നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് എൻ്റെ ക്യാമറമാൻ വന്ന് ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഡൈവ് ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെയാണ് പുള്ളിക്ക് നോട്ടീസ് എടുക്കുന്നത്. എന്നിട്ട് എൻ്റെ ഇൻട്രൊഡക്ഷൻ എടുക്കാൻ. So, who am I here with today? My name is Rahul. Actually, it's one of my dream, like bucket list. I'm waiting for nearly 1 year because I booked this 1 year before because of the weather. Like I was not able to do last 2 times, so it's gonna happen today now. Amazing. So really excited and dare to dream. Yeah, are you nervous at all? Yeah, nervous, but more than that, what's gonna happen? Yeah, excited. Yeah. Awesome. I'll see you in the sky. Sure. അങ്ങനെ ഇൻട്രൊഡക്ഷനൊക്കെ ഞങ്ങൾ 2 പേരുടെ എടുത്തു. ഞങ്ങൾ 2 പേരെ എല്ലാം സെറ്റാക്കി അവരുടെ വണ്ടി കൊണ്ടുപോയി. ഞങ്ങളോടൊപ്പം വേറെ 3 പേരും ഉണ്ടായിരുന്നു ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരെയും അവരുടെ ഇൻസ്ട്രക്ടർമാരും ക്യാമറമാരും എല്ലാവരും കയറി. അങ്ങനെ വണ്ടി ആ വാനിലാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇരിക്കുന്നിടത്തോട്ട് പോകുന്നത്. ഇവിടുന്ന് ഒരു 500-600 മീറ്റർ അപ്പുറയാണ് ഫ്ലൈറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുന്നത്. അങ്ങനെ എല്ലാവരും സെറ്റായി. ഇതേ വണ്ടി നമ്മളവിടെ നിന്ന് എടുത്ത് നേരെ ഫ്ലൈറ്റിൽ അങ്ങോട്ട്. അങ്ങനെ അവസാനം ആ മൊമെൻ്റ് എത്തിയിരിക്കുന്നു. എൻ്റെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പും എൻ്റെ കുഞ്ഞിലെ തൊട്ടുള്ള ഒരു സ്വപ്നം തന്നെയായിരുന്നു. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ വയ്യ ഞാനിത് ചെയ്യാൻ പോവാന്ന് പോലും. Can't move flexing cause they know I got the sauce. Got the presence on me, I can't ever take it off. That's why I came, country boy stepping, yeah, I'm country boy stepping. Country boy stepping, yeah, I'm country boy stepping. Yeah, they can't get like me, rockin' boots and white tee. Designer on my cuff, bring something like a movie. Country boy stepping, yeah, I'm country boy stepping. Country boy stepping, yeah, I'm country boy stepping. Artists out the
ranch, I just told you that I'm bout it. I might take offense if you tell me that you doubt it. It's just what it is, yeah, I'm known to make it rowdy. Then I'm for the fit, and I drive a wide body. Who you know? But like it's nobody. Ain't go slow, I gotta hit that body. I'm the top, but the top, I can't never take a break. Yeah, I'm hot, and you not, that's why all my records bang. Oh, it's been a long, hard road, gotta go home. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞുള്ള അടുത്തൊരു നമ്മുടെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് ഇത് നമ്മൾ ചാടേണ്ട ലൊക്കേഷൻ എത്തുന്നില്ലല്ലോ എന്ന്. ഫ്ലൈറ്റ് മുകളിലോട്ട് പോകാൻ തുടങ്ങിയിട്ട് 10-15 മിനിറ്റ് മുകളിലായി, എന്നിട്ടും ഇതുവരെയായിട്ട് നമ്മുടെ സ്പോട്ട് എത്തിയില്ലല്ലോ. നമ്മൾ താഴോട്ട് നോക്കുമ്പം നമ്മളെ പ്രതീക്ഷേനേക്കാൾ ഇത് ഹൈറ്റിൽ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ലൈക്ക് നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഉടനെ ചാടുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണല്ലോ വരുന്നത്. ഇതേടാ ഇവിടെയും ഡിലേ. അവസാനം 20 മിനിറ്റ് ഫ്ലൈറ്റ് കഴിഞ്ഞ് മുകളിലെത്തിയപ്പം വേണ്ട 15,000 ഫീറ്റായെന്ന് ഒരു ക്യാമറമാൻ എൻ്റെ പറഞ്ഞു. അങ്ങനെ അവിടെ ഡോറ് ഓപ്പണാക്കി ഓരോരുത്തർ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഡൈവ് ചെയ്യാൻ വന്നവർ ഓരോരുത്തർ ചാടി തുടങ്ങി. അങ്ങനെ എൻ്റെ ക്യാമറമാനും മുന്നോട്ട് നീങ്ങി പോകുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം എൻ്റെ ടേണിലേക്കാവുന്നു. അത് ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്. ആ സമയം ടെൻഷനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. നമ്മുടെ ടേൺ ആയില്ലല്ലോ എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അങ്ങനെ എൻ്റെ ക്യാമറമാൻ നിന്നു, ഞാനും നിരങ്ങി ആ ഫ്ലൈറ്റിൻ്റെ സൈഡിൽ വന്ന് ഇരുന്നു. പിന്നെ നമുക്ക് ബ്രീഫിങ്ങിൽ തന്നിരുന്ന പോലെ തലയും കാലും എല്ലാം വെച്ച് എല്ലാം സെറ്റായിരുന്നു. ബാക്കി എല്ലാം എൻ്റെ ഇൻസ്ട്രക്ടറിൻ്റെ കയ്യിലാണ്. ഞാൻ ചാടാൻ പോകുന്നു. Yeah, can't fool flexing cause they know I got the sauce. Got the presence on me, I can't ever take it off. That's why I came country boy stepping. Yeah, I'm country boy stepping. Country boy stepping, yeah, I'm country boy stepping. Yeah, they can't get like me. Rockin' boots and white tee. Designer on my cuff ring, something like a Moby. Country boy stepping, yeah, I'm country boy stepping. Country boy stepping, yeah, I'm country boy stepping. Artist out the ranch, I just told you that I'm bout it. I might take offense if you tell me that you doubt it. That's just what it is, yeah, I'm known to make it rowdy. Then I'm for the fit, and I drive a wide body. Who you know? But like it's nobody. Can't go slow, I gotta hit that body. I'm the top, but the top, I can't never take a break. Yeah, I'm hot, and you not, that's why all my records bang. Oh, it's been a long, hard road, gotta go home. Yeah. Oh, and I know you love the way that I'm gon' keep going. Yeah. Can't lose flexing cause they know I got the sauce. Got the presence on me, I can't ever take it off. That's why I came country boy stepping. Yeah, I'm country boy stepping. Country boy stepping, yeah, I'm country boy stepping. Yeah, they can't get like me. Rockin' boots and white tee. Designer on my cuff ring, something like a Moby. No! Hey, we did it. Hey, you did it! So after a long time, we are for last 1 year we are waiting for this actually. Yeah. We did it. I'm really excited. To be honest, I don't know what to say, but I feel like I just did it. You both did it! Yeah. Great, congratulations guys, well done! Thank you. One, Thank you very two, much. amazing! Yeah, you Woohoo! ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളി. അവസാനമായപ്പോൾ എൻ്റെ ഈ സൈഡ് കയറി ഒന്ന് ജാമായി, ടൈറ്റായി, ഈ വള്ളി കയറി ടൈറ്റായി. അപ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. പക്ഷേ ആദ്യത്തെ ആ ചാട്ടമൊക്കെ ഫ്രീ ഫോളൊക്കെ അറിഞ്ഞാൽ അങ്ങ് എൻജോയ് ചെയ്യുമായിരുന്നു. പേടിക്കാൻ ഒന്നുമില്ല. ഈ പാരച്യൂട്ട് വിട്ട് കഴിയുമ്പോൾ ഫ്രീ ഫോൾ എന്ന് പറയാൻ അടിപൊളി, നമ്മൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യും. പക്ഷേ പാരച്യൂട്ട് വിട്ട് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് എത്തുന്ന മൊമെൻ്റ് ആകുമ്പോൾ നമുക്ക് ഇത് താഴോട്ട് എത്തുന്നില്ല, ഈ പുള്ളി ഒന്ന് പറക്കിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ എനിക്കിവിടെ കയറി ജാമാവും. അതൊഴിച്ച് ബാക്കി എല്ലാം സെറ്റ്, അടിപൊളി. ഇനിയും ചെയ്യണം, രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ്.
ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ഓരോ സർട്ടിഫിക്കറ്റ് കിട്ടി. സർട്ടിഫിക്കറ്റ് ഓഫ് കറേജ്. 120 മൈൽ/അവർ ടെർമിനൽ വെലോസിറ്റിയിൽ ഞങ്ങൾ താഴെ ലാൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡും കഴിച്ചു. അങ്ങനെ വലിയൊരു ബക്കറ്റ് ലിസ്റ്റായ സ്കൈ ഡൈവിങ് അങ്ങനെ കഴിഞ്ഞിരുന്നു. ഇനി അടുത്തത് എന്താണെന്ന് തീരുമാനിക്കണം. അടുത്ത കുറേ മനസ്സിൽ പ്ലാനുണ്ട്, പക്ഷേ നല്ല പറയാണ്ട്. ഇപ്പോഴും കറൻറ്റ് ഇവിടെ കുറേ പേര് നടക്കുന്നുണ്ട്. കണ്ടോ, ചെറുതായിട്ട് കാണാം അവിടെ പാരച്യൂട്ട്സ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് കേംബ്രിഡ്ജിലേക്ക് വിടുക. നാളെ എന്നിട്ട് അവിടുന്ന് നേരെ നോർത്തേൺ അയർലൻഡ് രാവിലെ ഫ്ലൈറ്റ്. അപ്പം ഈ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് മുന്നേ പറയാനുള്ളതെന്ന് വെച്ചാൽ, ആരെങ്കിലും ഇതൊക്കെ ചെയ്യാൻ പേടിച്ച് മടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്തിട്ട്. ആ ഫ്രീ ഫോൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫീലായിരുന്നു, ഒന്നും പറയാനില്ല. അത് അത്യാവശ്യം നന്നായി എൻജോയ് ചെയ്തു. എൻ്റെ ആ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ, അപ്പോൾ മനസ്സിലായി കാണും. എന്തായാലും മാക്സിമം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ലൈഫിൽ ഒരിക്കലെങ്കിലും എന്ന് ഞാൻ പറയുന്നു. അങ്ങനെ അപ്പം ഞങ്ങളെല്ലാവരും ഓരോ വഴിക്ക് പോവുക. ചേട്ടനൊക്കെ ഇപ്പോൾ നോർത്ത് വെയിൽസിൽ അടുത്തൊരു ട്രിപ്പ് പോവുകയാണ്. ഞങ്ങൾ ഇവിടെ നേരെ കേംബ്രിഡ്ജ് പോവുക. കാരണം ചേട്ടൻ ഒരാഴ്ചയായി ഇറങ്ങിയിട്ട്. അങ്ങനെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു അഡ്വഞ്ചർ ഓർ ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്കിനി കണ്ടുമുട്ടാം. അപ്പം സീ യു ലേറ്റർ ഗൈസ്, ബൈ ബൈ. അപ്പം ജിത്തോട്ടൻ ആൻഡ് അമൃതേശി, ഇനിയിപ്പം അടുത്ത വരവിന് കാണാം. നിങ്ങൾ നോർത്തേൺ അയർലൻഡ് പോകാം കേട്ടോ. അപ്പോൾ പൊളിക്കാം. അടുത്ത അഡ്വഞ്ചറസ് ട്രിപ്പായിട്ട് ഞാൻ വരും വീണ്ടും. കണ്ടുമുട്ടാം. ഈ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ മുകളിൽ പോയത്. ഇന്നത്തെ സ്കൈ ഡൈവിങ് എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞങ്ങൾ പോകുന്നത് കൊണ്ട് അതും കൊണ്ട് വണ്ടിക്കകത്ത് കയറ്റാൻ ഷെഡിൽ കയറ്റാൻ പോകുന്നു.